ഹലോ എവരിവൺ. ഇന്ന് നമുക്ക് ഒരു സ്പീക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. സ്പീക്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പൊതുവെ എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് അതൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്നും ആ ഒരു കാർഡിൻ്റെ മൊത്തം എക്സ്പ്ലനേഷൻ പഠിക്കാം. അപ്പോൾ ഞാൻ കാർഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാർഡിലേക്ക് ശ്രദ്ധിക്കാം. കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാർഡിലേക്ക് നോക്കാം. ഒരു സ്പീക്കിങ്ങിൻ്റെ കാർഡ് കിട്ടിക്കഴിയുമ്പം നമുക്ക് അതിൻ്റെ സെറ്റിംഗ് തൊട്ട് ടാസ്കിൻ്റെ ലാസ്റ്റ് വരെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഇതിലേതാണ് വായിക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് അൺഇമ്പോർട്ടൻ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ് നമ്മുടെ ബ്രാക്കറ്റിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ്, കീ പോയിൻറ്റ്സ് അതെല്ലാം പറയണോ? എല്ലാം പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മൾക്ക് റൂളും കൂടെ ഉണ്ടല്ലേ, 5 മിനിറ്റ് നമ്മൾ സംസാരിക്കണം എന്നുള്ളത്. 5 മിനിറ്റ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് പറയുമ്പോഴാണ് നമുക്ക് 5 മിനിറ്റ് എത്താൻ പറ്റുക. നമ്മൾ എത്ര പോയിൻറ്റ്സ് നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ നമ്മൾ വിട്ടുകളയുന്നുവോ അത്രത്തോളം ആ ഒരു 5 മിനിറ്റിലേക്ക് ലാക്ക് നമുക്കാകും. അപ്പം അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും പറയുക. ഇനി ചില പോയിൻറ്റ്സ് നമുക്കറിയില്ല എങ്കിൽ അത് കുഴപ്പമില്ല. അറിയില്ലാത്ത പോയിൻറ്റ്സ് നമുക്ക് വിട്ടുകളയാം. അവരാ ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിൻറ്റിനെയൊന്നും അവർ നോക്കിക്കൊണ്ട് നമ്മുടെ മാർക്ക് കുറയ്ക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്പീക്കിംഗ് കാർഡിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പറയുക എന്ന് ഞാൻ കാർഡ് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സ്പീക്കിങ്ങിലും 2 ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ട്, നോൺ കേസ് ആൻഡ് അൺനോൺ കേസ്. നോൺ കേസിൻ്റെ ഇൻട്രൊഡക്ഷനും അൺനോൺ കേസിൻ്റെ ഇൻട്രൊഡക്ഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇത് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ സെറ്റിംഗ്, നേഴ്സ്, ടാസ്ക്, ഈ 3 ഭാഗവും വായിച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനിലേക്ക്. ഈ 3 ഭാഗവും വായിച്ചിട്ടാണ് നമ്മൾ നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റിംഗ് നമുക്ക് വരാം. ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്. ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. നെക്സ്റ്റ്, നേഴ്സിൻ്റെ ഭാഗം വായിക്കാം. യുവർ പേഷ്യൻറ്റ് ഈസ് 48-year-old ആൻഡ് ഈസ് ബീങ് ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ ഹാവിങ് ഡേ സർജറി ഫോർ കാർപ്പൽ ടണൽ റിലീസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻ ഇൻസിഷൻ ഇൻ ദ പാം ഓഫ് ദ ഹാൻഡ് ഫോർ cut through the ligament, relieving pressure on the median nerve. You are seeing the patient to give information on wound care. So, നമ്മൾ read in English, think in your native language and speak in English. ഇതാണ് നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. അപ്പം നമ്മളിത് ഇംഗ്ലീഷിൽ ഓൾറെഡി വായിച്ചു. ഇനി നമ്മളിത് എങ്ങനെയാണ്, എന്താണ് ഇതിനകത്ത് മീനിങ് എന്നുള്ളത് നമ്മൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ മനസ്സിലാക്കണം. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മലയാളമാണ്. മലയാളത്തിൽ ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ പേഷ്യൻ്റ് ഒരു 48-year-old ആയിട്ടുള്ള പേഷ്യൻ്റാണ്. സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ വൂണ്ട് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്. ഡിസ്ചാർജ് ആയി പോവുകയാണ് പേഷ്യൻറ്റ്. നമ്മുടെ ടാസ്കിലെ ഫസ്റ്റ് പോയിൻറ്റും കൂടി വായിക്കാം. അപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു നോൺ കേസാണ് അല്ലേ. നോൺ കേസാണ്, കാരണം സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന പേഷ്യൻ്റാണ്. നോൺ കേസാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ആ കൺഫർമേഷനും കൂടി വായിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ കൺഫേമിൻ്റെ അവിടെ നമുക്ക് വായിക്കാം, റീസൺ ഫോർ സീയിങ് പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ എന്തിനാണ് കാണുന്നത് എന്നുള്ള റീസണാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കാർപ്പൽ ടണൽ സർജറിയാണ്, ഇൻഫർമേഷൻ എബൌട്ട് വൂണ്ട് കെയർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ കൺഫേം ചെയ്യണം. റീസൺ ഫോർ പേഷ്യൻറ്റിൻ്റെ വിസിറ്റിനെ നമ്മൾ കൺഫേം ചെയ്യണം. അപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? ഓക്കെ, ഞാനിന്ന് നിന്നെ ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് നിൻ്റെ സർജറി കഴിഞ്ഞതല്ലേ, നിനക്ക് വൂണ്ട് കെയറിനെ കുറിച്ചുള്ള അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതിന് ശേഷമാണ് ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ്. നമ്മൾ ചില കാർഡിലൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ ആദ്യം ചോദിക്കുന്നത് ഓക്കെ നിനക്ക് എങ്ങനെയുണ്ട്, ഹൗ ആർ യു ഫീലിംഗ് നൗ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു കാർഡിൽ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് പിന്നെയാണ്. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോൺ കേസാണ്, നമ്മുടെ അടുത്ത് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ വൂണ്ട് കെയർ കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് നോണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് പേര് ചോദിക്കാം. നേരത്തെ 3 മിനിറ്റ്സ് പ്രിപ്പറേഷനിൽ ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ അവർ പേര് പറഞ്ഞു. ഇപ്പോൾ ഒരു സാർ എന്നാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ
ഗുഡ് മോർണിംഗ് മിസ് സാറ. മൈ നെയിം ഈസ് നമ്മുടെ പേര് പറയുക, നിങ്ങളുടെ പേരെന്താണോ അത് പറയുക. ഫോർ എക്സാമ്പിൾ, മൈ നെയിം ഈസ് തോമസ്. I am the registered nurse working in this hospital outpatient clinic. Today I am here. I want to explain you regarding wound care after the surgery. How are you feeling now? ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വരിക. ഇൻട്രൊഡക്ഷനിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ കുട്ടികൾക്കൊരു സംശയമുണ്ട്, സെറ്റിംഗ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്ക് വെച്ചാണ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന്. അല്ല, അത് നമുക്ക് ഐ ആം ദ രജിസ്റ്റേർഡ് നേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക് എന്ന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അത് വെച്ചിട്ടല്ല നമ്മൾ നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കുന്നത്, ഇനി അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് റിയേഷൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് വൂണ്ട് കെയറിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം കണക്ട് ചെയ്ത് പറയുക. അതിനുശേഷം സ്വിമ്മിങ് വാൺ ചെയ്യുവാണ് അടുത്ത ടാസ്ക്, അത് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് കെയർ ഓഫ് ഹാൻഡ് എങ്ങനെയുള്ളതെന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഡിസ്ചാർജ് പാക്കേജും ഉണ്ടെന്നുള്ള ബ്രാക്കറ്റിലെ കാര്യങ്ങൾ യൂസ് ചെയ്ത് പറഞ്ഞ് നമുക്ക് കോൺവെർസേഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഇൻട്രൊഡക്ഷനും എങ്ങനെയാണെന്ന് സംസാരിക്കുന്നതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.